സിസ്റ്ററേ, എന്താ ഒരു ശോകഗാനം? ഇതൊരു ആശുപത്രിയല്ലേ, അതിന്റെ ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ട് പാടിയതാ. എന്താ വന്നേ അപ്പാപ്പനൊരു കാര്യം പറയട്ടെ. എന്താ പറ. ഈ നേഴ്സായിട്ട് വന്ന സമയത്ത് വല്ല ടിവിയിലെ റേഡിയോയിലൊക്കെ പാടാൻ പോകാൻ മേലായിരുന്നാ? എന്റെ പാട്ട് അത്രയ്ക്ക് അമ്മാവന് ഇഷ്ടപ്പെട്ടല്ലേ? അയ്യോ, അതുകൊണ്ടല്ല. ആ ടിവിയിലെ റേഡിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഓഫെങ്കിലും ചെയ്ത് വെക്കായിരുന്നു. ഇതിപ്പോ ആരോട് പറയാനാണെന്റെ ദൈവമോ, എങ്ങനെയെങ്കിലും തലേ തെറിച്ച തലയായിട്ട് പോയേച്ചാ മതി. കണ്ടോ, കുറെ നാളായി ഈ കിളവൻ ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എണ്ണിക്കും, എന്തായാലും പൊട്ടത്തരം പറയും, അപ്പൊ തന്നെ ബോധം പോകും. ഡോ, ഇനി ഞാൻ ഇയാൾക്ക് ഇത് വെച്ച് തരാം. മിണ്ടോടെ കിടന്നില്ലെങ്കിലുണ്ടല്ലോ, ഇത് എന്നേക്കും ഞാൻ അങ്ങ് എടുക്കും. താനെന്തേ കാണിക്കുന്നേ? താൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ എഴുതി വെച്ചല്ലേ പുകവലി പാടില്ലെന്ന്? താനൊന്നും വായിച്ചില്ലയോ? ഞാൻ അത് വായിക്കാൻ വന്നല്ല, എന്റെ പെണ്ണുമ്പിള്ളെ കൊച്ചിനെ കാണാൻ വന്ന. തന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടോ. വായിക്കാൻ പറഞ്ഞു. ഞാൻ മൂന്നൊന്നുമല്ല, ഇത് എവിടെ കണ്ട് കിടന്നാ. ഡീ, നിന്നോട് ഞാൻ പറഞ്ഞു മുന്തിരി കൊണ്ടുണ്ട് കേട്ടോ. അതെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിടക്കല്ലേ, ഇങ്ങനെ കിടക്കല്ലേ, ഇങ്ങനെ കിടക്കല്ലേന്ന്. ചെരിഞ്ഞേ, ചെരിഞ്ഞ് കിടക്കടി, അങ്ങനെ കിടക്കല്ലേന്ന് ഞാൻ 100 വട്ടം പറഞ്ഞത്. ചെരിഞ്ഞേ, എനിക്ക് കിടക്കാൻ സ്ഥലം വേണ്ടേ? നേരെ അവക്കടെ ഇഷ്ടം പോലെ ഞാൻ കിടന്നോളുവാ. അതെ, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്നാ പറയണത് ഇപ്പൊ തീരുമാനം? എങ്ങനെയുണ്ട്? എന്റെ ഇച്ചായ, എനിക്ക് ഈ കാലിൽ അങ്ങോട്ട് വേദന എടുക്കാന്നേ. നടുവാണെങ്കിൽ എനിക്ക് അനക്കാൻ പോലും പറ്റണില്ല എന്റെ ഇച്ചായ. എടി, അതാടി ഞാൻ പറഞ്ഞ ചെയ്യാം നമുക്ക്. എന്ത് ആയുർവേദം കാണിക്കാനോ? അല്ലെന്ന് നിന്റെ അനിയത്തിനെ ഞാൻ കേട്ടാന്ന്. അതാവുമ്പോ ഞാൻ നിനക്ക് ആശുപത്രിയിലും കിടക്കാം, വീട്ടിലെ കാര്യങ്ങളും കൃത്യമായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോ നല്ല കാര്യം എന്തെങ്കിലും പറഞ്ഞ അപ്പ അവളി വലി തുടങ്ങും. എങ്ങനെയാ ചേർന്ന? ഒരു കുറവില്ല അണ്ണാ, ഒരു കുറവുമില്ല. ഇടയ്ക്ക് കാണുമ്പോ ഈ ഒരു ചിരി മാത്രമേ ഉള്ളൂ, അതാ ഞാൻ ചോദിച്ചത്. പിന്നെ ഒരു കാര്യം പറയട്ടെ. ഇതെന്നെ അത് ഒന്നുമില്ല. ഇല്ല, കുറച്ച് ദിവസമായിട്ട് ഒന്ന് മറച്ചു പിടിച്ചേക്കണല്ലോ. ഞാൻ കാണിച്ചു ചേച്ചി, എന്നെ ഒന്ന് കാണിച്ചേക്കണം. കാണിച്ചേ. കുറെ നാളായിട്ട് ചേച്ചി ഇത് എടുക്കും, നോക്കും. അതാരാണുള്ളത്? എന്നാ ഐഡിയ പറഞ്ഞു? അതെ, ഇങ്ങോട്ട് വന്നേ. എന്റെ ആദ്യ ഭർത്താവിന്റെ എനിക്ക് 2 മക്കളുണ്ട്. ഇങ്ങനെ സ്വത്തും പണവും കണ്ടോണ്ട് തന്നെ ഞാൻ ഇങ്ങനെ 3-ാം കെട്ടാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. എന്റെ മക്കൾക്കും വല്ല വേണ്ടേ എണ്ണ? അതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് ഒപ്പിട്ട് ആധാരത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിടിച്ച് കൊണ്ടുപോകണം, അതാണ് പരിപാടി. അപ്പൊ ചേച്ചി കണ്ട പോലെ തന്നെ പുള്ളി കണ്ടേക്കണേ. എന്നാന്നറിയാവോ, ഈ ആധാരം കാണിച്ച് ചേച്ചിനെ കുറച്ച് നാൾ കൊണ്ടുപോയി അത്രേ ഉള്ളൂ പുള്ളി കണ്ടേക്കണേ. അല്ലാതെ ഇത് ജീവിതമൊന്നുമല്ല. എല്ലാരും സൈലന്റ് ആയിക്കേ. എന്തോ റൗണ്ട്സിന് ഡോക്ടർ വരാറായി. കുഞ്ഞിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കേ. ഡോക്ടറല്ലേ പറഞ്ഞോളൂ, ജെല്ലിക്കട്ട കാളാനെ അയച്ചു വിടുവല്ലോ. താൻ ഈ കുഞ്ഞിനെ അങ്ങോട്ട് മാറ്റിപ്പിടി. ഒന്നും പറയണ്ട, 2-2.5 മണിക്കൂർ എൻ്റെ അകത്ത് വെട്ടി വേർത്തു പോയി. എന്താ പറ്റിയ ഡോക്ടറെ? വെട്ടി വേർക്കാൻ നീ എന്താണ് അതിനകത്ത് തെങ്ങിന് തടവെടുക്കുവായിരുന്നോടാ പാട്ടി? കേട്ടോ, ഒരു രസമുണ്ടായി. ഞാനൊരു പെണ്ണുമ്പിള്ള പ്രസവിച്ച് കുഞ്ഞിനെ എടുത്ത് മേശപ്പുറത്തേക്ക് വെക്കും, കുഞ്ഞവിടെ കിടന്നുകൊണ്ട് പുഴു അടിക്കണു. ഡാൻസ് കളിച്ചെന്നാ? ഞാൻ കാര്യം തിരക്കിപ്പോഴാണ് മനസ്സിലായത് ഈ തള്ള പഴയ ഒരു ടിക്ടോക്ക് കളിക്കാരിയാണ്. നോക്കട്ടെ ഡോക്ടറെ. പിന്നെ അതുപോലെ നമ്മുടെ 14-ാം വാർഡിലെ കേശു ഉണ്ടല്ലോ, കേശുവിന് പനി കൊണ്ട് നിൽക്കാൻ വന്നേ 240 ഡിഗ്രി സെൽഷ്യസ് തീ പോലോട്ട് പൊള്ളുവാ. അന്നപ്പം ഞാൻ ചെന്നിട്ട് കാര്യമില്ല. ഡോക്ടറെ, ഫയർഫോഴ്സിന് വിട്ടാ മതി. എന്തിനാ? വെള്ളം വെച്ച് തണുപ്പിക്കണ്ടേ? അല്ലാതെ ഞാൻ പരിശോധിക്കാൻ ചെന്നാൽ ഇത് കത്തിക്കരിഞ്ഞു പോകും. വേറെ പൈസയില്ല ഇത് മേടിക്കാനായിട്ട്. സാറേ, ഞാൻ കെട്ടിയനാ. അതിന് ഓക്കെ, ശ്വാസം വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ നിർത്തിത്തരാം. ശ്വാസോ? അല്ലെന്നാ ബുദ്ധിമുട്ട് നിർത്തിത്തരാം. അതെ, ഒന്നാമത്തെ കേസ് എന്നാ, അസുഖം ടെൻഷനാണ് ഏറ്റവും കൂടുതൽ. അതെന്നാന്നറിയാമോ, ഈ വല്ലായ്മ രോഗത്തെ വിളിച്ചു വരുത്തും. അസുഖം ഇല്ലെന്നും പറഞ്ഞു കിടന്ന ഒരു അസുഖം ഉണ്ടാവില്ല. എന്നെ ചെയ്യാൻ പറ്റുമോ? അത് നമുക്കൊരു ഹിപ്നോട്ടിസം, ഒരു മനഃശാസ്ത്രനെ കണ്ട് ഹിപ്നോട്ടിസം ചെയ്താൽ ഓക്കെ ആവും. ഹിപ്നോട്ടിസം അങ്ങനെയൊക്കെ പറയല, അവർക്ക് പേടിച്ചു പോകും. ഹിപ്നോട്ടിസം എടി പേടിക്കൊന്നും വേണ്ട. ഹിപ്നോട്ടിസം അതെന്നാ സാറേ? ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാലേ ഈ മയക്കിയിട്ട് ഇഷ്ടക്കേട് കൊണ്ട് വരുതിക്ക് വരുത്തുന്ന പരിപാടിയാണ്. എങ്ങനെ ഒന്നോടെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരാളെ മയക്കി ഇഷ്ടത്തിനും വരുതിക്കും കൊണ്ടുവരുന്നതിനാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. നമ്മുടെ വരുതിക്ക് കൊണ്ടുവരുന്നതിനാണ് ഇഷ്ടം. യെസ്, അത് തന്നെയല്ലേ കല്യാണം സാറേ? അത് അല്ലേ? അങ്ങനെ നമ്മുടെ വരുതിക്ക് പിന്നെ നിലവിൽ ഒന്നുമില്ല അവക്ക്. ഐസി ഇടണമെന്ന് സാറ് പറഞ്ഞു. എന്നത്തിനാണല്ലോ ഐസി കയറ്റുന്നത്? ഒന്നുമില്ല അവക്ക്. ആരാ പറഞ്ഞ ഒന്നുമില്ലെന്ന്? പിന്നെ എറണാകുളം കണ്ണായ ഭാഗത്ത് ഒരു പ്ലാറ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഉണ്ടാക്കാൻ നിൽക്കല്ലേ? അതും ശരി, ഞാൻ അറിഞ്ഞു.
ഒരു സഡേഷൻ കൊടുത്തേ. അവൾ എന്നാ വൃത്തിയായിട്ടുള്ള എന്നാ അസുഖം കൊണ്ട് നടേശന് കൊടുക്കാൻ പറ്റത്തില്ല എൻ്റെ ഭാര്യ. അത് ഞാൻ സമ്മതിക്കത്തില്ല. അല്ല അല്ല സാർ എന്ത് പറഞ്ഞാലും ശരി, അത് ഞാൻ സമ്മതിക്കത്തില്ല. അതെന്നാ വർത്താനം ഡോക്ടർ നടേഷൻ എന്നല്ല സഡേഷൻ, ഒരു ഇഞ്ചക്ഷനാ. ആണോ? ഈ ശ്വാസമുട്ടലിനുള്ള. അതെ, എത്ര കുട്ടികളുണ്ട്? അല്ല അത് ഇപ്പം നടേശന് കൊടുക്കുവാണെങ്കിലും കുഴപ്പമില്ല. അനീത്തിയുടെ കേസ് സെറ്റ് ചെയ്ത് തന്നാൽ മതി. എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികൾ. ഇതാണ് ഇളയത്? ഇത് ഇളയത്. എത്ര വയസ്സായി? 1.5 വയസ്സായി. നിർത്തിയോ? ഇല്ല, നിർത്തിക്കഴിഞ്ഞാൽ അവള് വീഴും. അതുകൊണ്ടാണ് എപ്പോഴും എടുത്തു വെച്ചേക്കണം. പ്രസവം നിർത്തിയോന്നാ ചെയ്യാനുള്ളതല്ല. പ്രസവം നിർത്തിയോന്ന് ചോദിച്ചേ. കുമാരൻ ചേട്ടോ, കുമാരൻ ചേട്ടാ, ഡോക്ടർ ഇത് ആരെ നോക്കുവാ? ഇത് മലയെന്ന് പട്ടി വരക്കണോ? എന്റെ ഡോക്ടർ ഏതാ ഇവിടുന്ന് വരുന്ന ഈ സൗണ്ട് ആയത്? അത് പറ, ഞാൻ കരുതി. അതെ, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. സുഖമൊക്കെ ആണോ? വയറ്റിന്ന് പോകുന്നുണ്ടോ? ഉണ്ട്. ഒന്നും കേൾക്കുന്നില്ലല്ലോ. വയറ്റിന്ന് പോകുമ്പോ നല്ല ശബ്ദം, ഡോക്ടർ കേൾക്കാഞ്ഞിട്ടാ. അതല്ലെന്ന് തൊണ്ട വായിന്നൊന്നും കേൾക്കുന്നില്ലോ. വായിന്നോ? ഡോക്ടറെ, എന്റെ കൈയെല്ലാം മരവിച്ചിരിക്കുന്നോണ്ട് ഞുള്ളിപ്പറിച്ച അറിയത്തില്ല, വേദന എടുക്കുന്നില്ല. അത് എന്റെ കയ്യെ പിടിച്ച് നുള്ളിയിട്ട് കാര്യമില്ല, ഇവിടെ തുടയാനുള്ളത്. എന്റെ കൈ എനിക്കല്ല വേദന എടുക്കുള്ളൂ. അതാണ്. പിന്നെ ഇതന്നെ ഈ മോതിരം മുഴുവൻ ഒരേ കൈ ഇട്ടേക്കണം, ആ കയ്യിലിടാൻ പറ്റില്ല. ഈ കയ്യിലിട്ട അവള് ഊരിക്കൊണ്ട് അറിയത്തില്ല, മരച്ചിരിക്കുകയല്ലേ. ഇതാകുമ്പോ എനിക്ക് അറിയാൻ പറ്റുമല്ലോ. അതെ, അടുത്ത ആഴ്ച പോവാം. അയ്യോ സന്തോഷായി ഡോക്ടറെ. അയ്യോ അയ്യോ അതിനാ ഞാൻ ചത്തു. അടുത്ത ആഴ്ച മേലോട്ട് പോകുന്നു പറഞ്ഞു. മേലോട്ട് പോകുന്നില്ല, വീട്ടിൽ പോകാന്നോ? വീട്ടിൽ പോകണം, രണ്ടും കണക്കാ. പിന്നെ ഡോക്ടറെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഭർത്താവിന്റെ ശരീരം മൊത്തം തളർന്നു കിടക്കുക. അതെനിക്കറിയാലോ. എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ തള്ള വിരലിനെ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഗുളിക മരുന്നുണ്ടോ ഡോക്ടറെ? ഈ തള്ളയുടെ വിരലിന് ആരോഗ്യം ഉണ്ടാകാനായിട്ട് ഞാൻ പുള്ളിക്ക് മരുന്ന് കൊടുത്തൊരു കാര്യമുണ്ടോ? അയ്യോ തള്ളയുടെ വിരലല്ല, തള്ള വിരല്. തള്ള അത് അതിനെന്തെങ്കിലും ഈ തള്ളവിരലിന് ആരോഗ്യം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അല്ല അത് നമ്മൾ മഷിയൊക്കെ വെക്കണമെങ്കിൽ ഈ തള്ള വിരൽ തന്നെ വേണ്ടേ ഡോക്ടറെ? ഒപ്പിട്ട് വാങ്ങാനുള്ള പരിപാടിയാണല്ലേ സിസ്റ്റർ. ആ 2 കൈയും കുത്തി മരപ്പിച്ച് വെക്കണം, കൈ പൊക്കരുത് കേട്ടോ. അല്ല പിന്നെ അത് സാറേ, ചാച്ചിനെ ഒന്ന് കാണിക്കണ കാര്യം പറഞ്ഞില്ലായിരുന്നോ ഞാൻ? അത് വീട്ടിലോട്ട് കൊണ്ടുവന്നാ മതി. ആ വീട്ടിലേക്ക് കൊണ്ട്. അല്ല മറ്റുള്ളവർക്കൊക്കെ ഡോക്ടർമാരെ അടുത്ത് ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഫീസാ. സാറിന്റെ അടുത്ത് ഫീസ് കുറവാന്ന് പറഞ്ഞു. അത് ശരിയാണോ? അത് അഹങ്കാരം ഇല്ലാത്തോണ്ടാ. എന്നാ സാറേ? എനിക്ക് അഹങ്കാരം ഇല്ലാത്തോണ്ടാ. അല്ല ഞാൻ +2 വരെ പോയിട്ടുള്ളൂ. അതാ അയ്യോ, എന്നാ ഞാൻ വേറെ ആരെങ്കിലും കാണിച്ചാലേ. +2 വരെ പോയിട്ടുള്ളൂ. ജൂനിയർ ഡോക്ടർ. ബോധം തെളിഞ്ഞു. ഡോക്ടറെ എന്തോ കുഞ്ഞെ എക്സ്റേ എടുക്കണ കാര്യം പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു. എക്സ്റേ എടുത്തല്ലോ. എക്സ്റേ എടുത്ത് എന്നാത്തിനാ എക്സ്റേ എടുത്ത്? അടുത്ത ആഴ്ച സൂര്യഗ്രഹണമല്ലേ, അത് കാണാനായിട്ടാ എക്സ്റേ എടുത്തത്. എനിക്ക് വയ്യായേ. എങ്ങനെയെങ്കിലും ഒന്ന് ചത്തു കിട്ടിയാ മതിയായിരുന്നടാ കുഞ്ഞെ. അതിനല്ലേ ഇങ്ങോട്ട് വന്നത്. സിസ്റ്ററെ അതെ, ഓപ്പറേഷൻ എല്ലാം റെഡി ആണല്ലോ അല്ലേ? എന്റെ ഡോക്ടർ പൂർണ്ണമായി സജ്ജമായിട്ടുണ്ട്. ഉണ്ടോ? പക്ഷെ ഒരു കാര്യം മാത്രം ഇല്ല, ആംബുലൻസ് വന്നിട്ടില്ലെന്നേ. ആംബുലൻസ് എന്തിനാ? എന്റെ പൊന്നെ ഡോക്ടർ അല്ലേ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈ ഡോക്ടറെ അറിയോ? ഈ ഡോക്ടറെ അറിയോന്ന്? ഈ ഡോക്ടറാണ് ഒറ്റ ഓപ്പറേഷനും കണ്ട് കോടികൾ ഉണ്ടാക്കിയ ആളാണ്. എന്നാ വല്ല ബോധമുള്ളവൻ്റെ പോയി പറടാ, എനിക്ക് ബോധം തട്ടപ്പെട്ടത്. ആരോട് പറയാനത്? മൈ മിസ്റ്റേക്ക്. എടിയേ, ഈ ഡോക്ടർ നിസാരക്കാരനല്ല. ഈ പുള്ളി ഒറ്റ ഓപ്പറേഷനെ കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ആൾ. അറിയാവോ? എങ്ങനെയാണെന്നറിയാവോ? പുള്ളി എയർപോർട്ടിൽ വെച്ച് കസ്റ്റംസ് പിടിച്ച ഒരു പെണ്ണുമ്പിള്ളേനെ ഇവിടെ കൊണ്ടുവന്നു, തല ഇറങ്ങി വീണി. ആ പെണ്ണുമ്പിള്ളേനെ ഇവിടെ വെച്ച് പുള്ളി ബലമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് അതിന്റെ വയറ്റിൽ നിന്ന് 50 പവന്റെ സ്വർണം എടുത്ത് പുള്ളി കോടീശ്വരനായ ആളാ. അതറിയാവോ? അങ്ങനെയാണ് പുള്ളിക്ക് ഈ ഓപ്പറേഷനോട് ഭയങ്കര ക്രൈസായി പോയത്. അറിയാവോ? എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. 18-ാം തീയതി പാലക്കാട് കല്യാണം. എങ്ങനെയാ പാലക്കാട് കല്യാണത്തിന് പോണ കാര്യം? എന്റെ ചായ, എനിക്ക് ഇപ്പോഴും അതൊന്നും മനസ്സിലാവാത്തത്. പാലക്കാട് വരെ ഞാൻ എങ്ങനെ ഈ കാലം വെച്ചോണ്ട് പോകുന്നേ? എനിക്ക് ഇപ്പോഴും അത് ഓർത്തിട്ട് അതാ ഞാനിങ്ങനെ ആലോചിക്കണേ. എന്തോന്ന് അവളെ ഞാൻ കെട്ടിയാലോന്ന് ഇങ്ങനെ ആലോചിക്കണതാ. പാലക്കാട് പോകാനും അവളാണെങ്കിൽ പോയിട്ട് വരുകയും ചെയ്യാം. തുടങ്ങി അവൾക്ക് വലിയ നീ വലിക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞാ. എന്നാ ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അപ്പ തൊട്ട് വിളി തുടങ്ങുമല്ലേ? നിങ്ങൾക്ക് കുറച്ചേരത്തേക്ക് സ്റ്റേഷൻ നോക്കാൻ പാടില്ലേ? പ്രതി പോയാ ഇവിടെ അവിടുന്ന് പ്രതി പോയി കഴിഞ്ഞാൽ പിന്നെ SI ആയി എനിക്കല്ല ചീത്ത പേര്. ഞാനിപ്പോ അങ്ങോട്ട് അങ്ങനെ വരും. ഇവിടെ തടസ്സമാണ്. ഞാൻ വേറെ കാര്യത്തിൽ വന്നല്ലേ.
ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ എനിക്ക് തടസ്സമാണ്. അല്ലെന്ന് ഞാൻ അങ്ങോട്ട് ഇടയ്ക്ക് അങ്ങോട്ട് എന്നെ നീ പേടിപ്പിക്കണ്ട. എച്ചയ്ക്ക് അങ്ങനെ വലിയ പണി പോകുന്നുള്ള പേടി ഒന്നുമില്ല ചേട്ടാ. വലിയ പണി പോകില്ല ചേട്ടാ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാത്തിനും പണി ഞാൻ തെറിപ്പിക്കും. ചുട്ട് കൊല്ലും ഞാൻ അവനെ. ഞാൻ ചാവുന്നല്ലോ. ഞാൻ മരണേക്കുമ്പോ പ്രതിനെ പിടിച്ചില്ലല്ലോ. ഒട്ടാരി ഞാൻ പറഞ്ഞേക്കാം. ശരി 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 ശരി. ആരോടെ കിടന്ന് വെള്ളം വെക്കുന്നേ? എല്ലാരും എല്ലാത്തിനും ഞാൻ പിടിക്കുന്നത്. എന്താ സാറേ പ്രശ്നം? ഇതൊരു ആശുപത്രിയല്ലേ, ഇതിനൊരു മര്യാദക്കില്ല സാറേ. ആശുപത്രിയാണ് എന്താണെങ്കിലും എന്റെ സ്റ്റേഷനിൽ ഒരു പ്രതി ഇറങ്ങിപ്പോയി. അയാളെ പിടിക്കണ്ടേ? ഇവരാരെങ്കിലും ആണോ സാറേ? ഇവരാരുമില്ല. പിന്നെ ആരാ? ആരാണെങ്കിലും അവനെ പിടിച്ചിരിക്കും. എന്നെ അറിയാൻ പാടത്തല്ല, മത്തായണ്ടല്ലോ. വേറെ ലെവലാണ്. സാറൊന്ന് സമാധാനപ്പെട്ട് ഞാൻ ഡോക്ടറെ വിളിക്കാം. ആ. ഡോക്ടറെ, എന്തോ ഡോക്ടറെ തിരക്കി പോലീസ് വന്നേക്കുന്നത്. അയ്യോ ഞാനിവിടെ ഇല്ലെന്ന് പറ. എന്റെ പൊന്ന് ഡോക്ടറെ ഇങ്ങോട്ട് വാ. സാറിനെ തിരക്കിയല്ല, ഏതോ പ്രതിയെ തിരക്കിയാ. ഏത് പ്രദീപ്? പ്രദീപല്ല, പ്രതി. ഡോക്ടർ ഇങ്ങോട്ട് വാ. അയ്യോ ഡോക്ടർ ഇങ്ങോട്ട് വന്നേ. ഡോക്ടറെ തിരക്കിയല്ലെന്നേ. വാ. What you want? പറഞ്ഞേ. What you want? നിങ്ങൾ തന്നെയാ. ഞാൻ വിചാരിച്ച എന്റെ ഒരു കൂട്ടുകാരൻ അമർജിത്ത് ഉണ്ട്, പുള്ളി ഇതുപോലെ അങ്ങനെ വെച്ചോണ്ട് നടക്കും. നിങ്ങളാണോ ഡോക്ടർ? അതെ ഞാൻ ഡോക്ടറാന്ന് തോന്നിയില്ലേ? ഇത് കണ്ടില്ലേ? വട്ടത്തിൽ സദസ്കോപ്പ്. എന്ത് കോപ്പാണെങ്കിലും ഞാൻ വന്നതിന്റെ കാര്യം ഞാൻ അറിയാമോ? മനസ്സിലായില്ല? മനസ്സിലായല്ലേ? തണ്ണിലിയാണെന്ന് കാണിച്ച് എന്നെ മയപ്പെടുത്താൻ. അതല്ല വേറെ സാധനം. കണ്ടോ? ഓ സിംഹമത്തായി കേട്ട് ഞാൻ കിടുകിടാ വിറക്കും. എന്നെ സംഭവം എന്നാന്ന് പറ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ സ്റ്റേഷനിലേക്ക് പരാതി വരാൻ പാടില്ല. രോഗികൾക്ക് കൃത്യമായുള്ള ചികിത്സ കൊടുക്കണം. അശ്രദ്ധമായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ നടക്കില്ല. എന്ത് കാര്യം വന്നാലും ഉത്തരവാദിത്തപ്പെട്ടവൻ ഞാനല്ലേ. നിങ്ങൾ എന്തിനാണ് ഇവിടെ ചൂടാണോ? എന്തിനാണ് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനാണ് എന്റെ ഉത്തരവാദി. നിങ്ങളൊക്കെ മേലധികാരി, ഒരു ആശുപത്രിയുടെ ഓണറാണ് ഞാൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് ഓണറാണെങ്കിലും നിങ്ങളെക്കാളും കൂടുതൽ തസ്കിതയിലുള്ള ആളാണ് ഞാൻ. ഏത് സസ്യ? ശശികലയല്ല, ഈ സസ്കിത. അസ്കിത പദവി എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ അനുസരിച്ച് ഞാനാണ് മുഴുത്ത ആള്. എങ്ങനെ? പദവിയിൽ എസ് ഐനെക്കാളും മുകളിലാണോ? അതെ അതെ, ഞാൻ തന്നെയാ. അതൊന്നും അറിയണമല്ലോ. എന്നാ അറിയാം. ഇത്ര നാളുള്ള അറിവ് തെറ്റാണെന്നുള്ള സംഭവം. എടി നീ ഡോക്ടറാണല്ലോ. നിന്റെ മുകളിലാണ് ഞാൻ, നിന്റെ താഴെയാണ് ഞാൻ. അതല്ലെന്ന്. ഞാനാണോ നിന്നെക്കാളും പദവി കൂടുതൽ, നീയാണോ എന്നെക്കാളും പദവി കൂടുതൽ? സോറി ഡോക്ടർ. മൈക്രോ ടെസ്റ്റിംഗ്. ഡോക്ടർ. ഹലോ ഡോക്ടർ. ഹലോ. ആഹാ അത് കൊള്ളാം. എന്താ ഇവിടെ പരിപാടി? എന്താ സപ്പോർട്ട് ചെയ്തായിരുന്നു സാറിനെ. സാറിനെ സപ്പോർട്ട് ചെയ്യാൻ റിതം തുടങ്ങി ശരിയാണോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു നോക്കി. അപ്പോഴേക്കും ഞാൻ പോട്ടെ. അത് പെണ്ണുമ്പിള്ളോട് ചോദിച്ചപ്പോ ഓക്കെയാണ്. സാറാണ് എന്റെ മുകളിൽ, എന്റെ മുകളിൽ ആണല്ലോ. അതെ, മനസ്സിലായില്ലേ? അതെ അതെ. ഞാനേ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം, ഞാനൊരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അത് ആദ്യം പറയണ്ടേ? സാർ ഇവിടെ ഒന്ന് ചൂടായപ്പോ ഞാൻ കരുതി എന്നെ രഹസ്യകാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ അതെ വക്കീലിനോടും ഡോക്ടറിനോടും ഒക്കെ എല്ലാം തുറന്നു പറയാം. രഹസ്യമായിട്ട് വെക്കണ്ട പറഞ്ഞു. ഫൈൽസിന്റെ വല്ല ഓപ്പറേഷൻ ആണോ? നിങ്ങൾക്ക് ഇത് മാത്രമാണ് വിചാരമുള്ളൂ. ഓപ്പറേഷൻ ചെയ്യുന്നു. എന്താ ഓപ്പറേഷൻ? ഞങ്ങൾ പോലീസുകാർ ഓപ്പറേഷൻ പറഞ്ഞ ഒരു പ്രതിനെ പിടിക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമുള്ള ഓപ്പറേഷൻ? സോറി സാർ, സാർ എന്റെ മുകളിലാണ്, എന്നാലും ഞാൻ പറഞ്ഞോളൂ. സോറി. അപ്പൊ എന്താ വെച്ചാൽ ഞാനൊരു പ്രതിയെ ഓടിച്ച് പിടിക്കാനുള്ള ഞങ്ങൾ വല വീശേക്കാണ്. അങ്ങനെ ഓട്ടത്തിന് കണക്കെ എന്റെ നെഞ്ചത്ത് പറഞ്ഞങ്ങ് ഇടിക്കുക. ഒരു പേടി, ഉൾഭയം. ബീഫ് ഇത്തിരി കൂടുതൽ കഴിക്കും. എത്ര കിലോ കിട്ടും? ഒരു 1.5 പിടിക്കും. 2.5 കിലോ. 2.5 കിലോ. അപ്പൊ അറ്റാക്ക് ഉറപ്പാ? അറ്റാക്ക് ഉറപ്പാ? അറ്റാക്ക് വന്നാൽ ബാക്കി പോലീസുകാരുണ്ടല്ലോ പിടിച്ചോളവര്. അതല്ലെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. നമുക്കൊരു ചെപ്പക്ക് ചെക്കപ്പ് ചെക്കപ്പ് ചെയ്യേണ്ട വരും. ചെക്കപ്പ് ചെയ്യാം. കേട്ടോ. എനിക്ക് ഒരു എന്തെങ്കിലും സ്കാൻ ചെയ്താൽ മതിയോ? ബ്ലഡ് എടുക്കണം. ബ്ലഡ് എടുത്ത് ബ്ലഡ് എടുത്തേക്കാം. ബ്ലഡ് എടുക്കണ്ടേ സാറേ? ഇവിടെ ഇരിക്കേ. ഇവിടെ സാറേ. അല്ല ബ്ലഡിന്റെ ഇത്
കൊടുക്കാം. അവിടെ ഇരിക്ക്. ഇത് കുത്തി വെച്ചിട്ടാ കുഴപ്പമില്ലെന്ന് ഞാനല്ല പറയുന്നത്. അല്ലല്ല സിസ്റ്ററെ ഇത് ഞരമ്പ് രോഗിയാന്ന് തോന്നുന്നു. എന്തോരം ഞരമ്പാ മുഴുവൻ കൈ നിറച്ച്. ഓ അല്ല എനിക്ക് ഇത് വേറെ ആരെങ്കിലും ഇടിപ്പിച്ചാൽ മതിയോ? അല്ല കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കൂടെ ആരും വന്നിട്ടില്ല. കൂടെ ആരും വന്നതിനാ? അല്ലെന്നേ കൂടെ ഒരാൾ. കാരണം ഇത് നമ്മൾ ബ്ലഡ് എടുക്കുമ്പോഴേ സാധാരണ അങ്ങനെ ശക്തിയില്ലാത്ത ആൾക്കാരാണ് തല ഇറങ്ങി വീഴും. അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല, എനിക്ക് വിഷയമില്ല. ഞാൻ ആൾക്കാർക്കില്ല. അതല്ല, ഞാനിപ്പോ എന്ത് സമയത്ത് വന്നാലും ചിരിച്ചു നിൽക്കത്തുള്ളൂ. ധൈര്യമായിട്ടിരുന്നോ? മോള് ഇവിടെ നിന്നാ മതി. ഒരു കുഴപ്പമില്ല. ഇവിടെ നിൽക്കുള്ളൂ. ഓക്കെ ഓക്കെ. എന്നെ നോക്കിക്കോ. തമ്പുവാണ്. അനക്കല്ലേ കൈ, അനക്കല്ലേ കൈ. എന്ത് ധൈര്യം ഓർത്ത്. ഇങ്ങനെ വേണം ചിരിച്ചോണ്ടിരിക്കണം. ഇതാ അയ്യോ ഡോക്ടറെ, അവിടെ ബോധം പോയി. അയ്യോ ബോധം പോയോ? ഹലോ ഹലോ ഹലോ. സാറേ സാറേ ഭയങ്കര ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട് ചിരിക്കും. സാറേ അവിടെ ബോധം പോയി. അവിടെ സാറേ സാറേ ചേട്ടാ പായസം കൊണ്ടുപോടി കൊണ്ടുപോടി. എന്താ പായസം? എന്താ ജോളി പായസം കൊണ്ടുപോടി. എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോടി. കൊണ്ടുപോ. ജോളി പായസോ? എന്റെ മുഖത്ത് എവിടെയോ ഉണ്ട് ജോളി എഴുതി വെച്ചിട്ടുണ്ട്. കൊണ്ടുപോടി കൊണ്ടുപോടി. എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോടി. സാർ അറസ്റ്റ് ചെയ്യട്ടാ. എടിയേ, എന്നാ പരിപാടി? ഞാനീ പരിപാടി നടേശ നടേശ. അയ്യോ ഡോക്ടർ നടേശനെ കൊടുക്കൂന്ന് പറഞ്ഞിട്ട് എന്റെ പെണ്ണുപിള്ളക്കൊന്നും നടേശനെ കൊടുത്തല്ലേ നിങ്ങള്? പരിപാടി നടേശ. മത്ത് പിടിക്കുമ്പോ കയറി കിടക്കാനുള്ള പെണ്ണുപിള്ളയുടെ കട്ടില്. ഹലോ സുഹൃത്തേ. ആണോ? എടോ, ഞാൻ SI ആണ്. എന്നാ സ്ഥലം SI ആണ്. SI ആണ്? ഏതാ ഈ നീർക്കോലിയുടെ മുഖച്ചായുള്ളവൻ? സാറന്നെ എന്റെ പെണ്ണുപിള്ളയുടെ ബെട്ടിലത്. എടാ സംശയ രോഗി. അല്ല എന്നാ സാറ് ഇവിടെ വന്ന് കിടന്ന്. എടാ ഇച്ചിരി നേരം ഒന്ന് കിടക്കാൻ അപ്പൊ അങ്ങോട്ട് ഒച്ചപ്പാടിനാക്കള്. ഞാൻ ഓർത്തില്ല. ഞാൻ സാറ് നടേശന്റെ കാര്യം പറയുകയും ചെയ്തു, ഇങ്ങനെ വരുകയും ചെയ്തപ്പോ നടേശൻ എന്ന് പറഞ്ഞ ആളുടെ രൂപമാണോ ഞാൻ പറഞ്ഞത്? മരുന്നിന്റെ കാര്യമല്ലേ പറഞ്ഞത്? സോറി സാറേ. സോറി സാറേ, എന്നെ നിനക്ക് അറിയില്ല കേട്ടാ. കിടുകിട വിറപ്പിച്ചിട്ടുള്ള കേരള പോലീസിൽ ഏക ഒരു SI ഉള്ളു ഇവിടെ. മനസ്സിലായോ? സാറേ അതെ മനസ്സിലായോ? പോലീസുകാരൊക്കെ ഇങ്ങനെ കിടന്ന്. പോലീസുകാര് നിനക്കറിയാമോ, എന്നെ പട്ടാളക്കാരെ സഹായത്തിൽ വിളിച്ചതാ. ഞാൻ പോയില്ല. അതിനാ കേരളത്തില് എന്നെ ആവശ്യമുണ്ട്. എണ്ണ ആവശ്യമുണ്ട്. എണ്ണയല്ല മണ്ണെണ്ണ. ഇടാവേ, കേരളത്തിൽ എന്നെ ആവശ്യമുണ്ട്. കേരളം എന്റെ കയ്യിൽ ഭദ്രമാണെന്നാണ് എന്നോട് സർക്കാർ പറഞ്ഞേക്കണത്. എന്നോട് ക്ഷമിക്കണം. സാധാരണ എന്നാ പറയുമോ, സാധാരണ പോലീസുകാരിങ്ങനെ ദേഷ്യപ്പെടും ചൂടായൊക്കെ കാണുന്നത്. നമ്മൾ ചില പോലീസുകാരെ കാണുമ്പോണ്ടല്ലോ സാറേ. ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം ചെന്നപ്പോൾ ഒരു പോലീസുകാരൻ, ഒരു SI ആ SI അവിടെ നിന്നിട്ട് അവിടുത്തെ വേസ്റ്റ് മൊത്തം ക്ലീൻ ചെയ്ത് അവിടെ ആൾക്കാരോടെല്ലാം വളരെ സ്നേഹമായിട്ട് ഇടപെട്ട്, വളരെ മാന്യനായിട്ട് ഇടപെട്ട്, അല്ലാതെ ഇങ്ങനെ ചൂടാവുമെന്നല്ല കേട്ടോ, വളരെ സ്നേഹമായിട്ട് ഇടപെട്ട് ആ പുള്ളി അവിടുത്തെ ഞങ്ങളൊക്കെ ചോദിച്ചു, സാറേ ഇതെങ്ങനെയാണ്, ആര് പറഞ്ഞിട്ടാണ് സാറേ? അതല്ല, പുള്ളിക്ക് മനസ്സിൽ തോന്നിയിട്ടാണ് ചെയ്യുന്നത്, കാരണം നന്മ ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് പുള്ളി ചെയ്തതെന്ന് പറഞ്ഞ് അവിടുത്തെ വേസ്റ്റ് എല്ലാം മാറ്റി അവിടെ ശുചീകരിക്കുകയൊക്കെ ചെയ്ത് അവിടെ ജനങ്ങളുടെ ഒക്കെ അടുത്ത് പെട്ടെന്ന് അവിടെ പുള്ളി ആൾക്കാരെല്ലാം വന്ന് പുള്ളിനെ അംഗീകരിച്ച് പുള്ളിനെ പൊന്നാട അണിയിക്കുന്നു, എന്തോ ക്യാഷ് അവാർഡ് കൊടുക്കുന്നു, എന്തൊക്കെ സംഭവങ്ങൾ അതറിയാൻ ചെയ്തത്. അതുപോലെ വേണം പോലീസുകാർ, ജനമൈത്രി പോലീസുകാർ അങ്ങനെ വേണം. പുള്ളിയുടെ ഫോട്ടോ ഇട്ടോ ഇല്ല? ഫോട്ടോ എടുപ്പിച്ചില്ല പുള്ളി, ഇല്ല, കാരണം പേരും പ്രശസ്തിയും പുള്ളിക്ക് താല്പര്യമില്ലാന്ന്. അതുകൊണ്ട് പുള്ളി അങ്ങനത്തെ ഒരു പോലീസുകാർ, അങ്ങനത്തെ ഒരു SI അതുപോലെയൊക്കെ ആവണം സാറേ. അല്ല ഇതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സാറേ? അങ്ങനെയൊക്കെ ചുരുക്കം ചിലരേ ഉള്ളൂ. അത് അങ്ങനെ ദൈവം കൊടുക്കുന്ന ചിലരേ ഉള്ളൂ. പക്ഷേ ഫോട്ടോ കൊടുത്തില്ല അത്ര തന്നെ. എന്താ സാറേ? ഫോട്ടോ കൊടുത്തില്ല അത്ര തന്നെ. ആര്? പ്രശസ്തി ആവശ്യമില്ലായിരുന്നു. ആരെ കാര്യം സാറ് പറയുന്നത്? ഞാനാടോ മാഷേ.
അല്ല ആലുവ റെയിൽവേ സ്റ്റേഷൻ കണ്ട സാറാണോ? എന്റെ പൊന്നെ ഞാൻ പറയട്ടെ, അങ്ങനെയാണ് ഈ സാറെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്താ നീറ്റ് ഞാണെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ പുള്ളിനെ കണ്ടില്ല. പക്ഷെ ആ സാർ അവിടെ കാണിച്ചത് എന്നാ നന്മ, എന്നാ ഐശ്വര്യം അറിയോ. അവിടെ എന്തോ കൊടുത്തില്ലേ, എന്തോ അവർക്ക് ഇത് കണ്ടോ സാറേ, ഇപ്പൊ ഇവിടെ വൃത്തിയായിട്ട് കിടക്കണോ? ഇത് കണ്ടോ? അല്ല അവിടെ ഇത് കൊടുത്തില്ലായിരുന്നു, പാരിതോഷികം എന്തോ കൊടുത്തു. പൊന്നാട അണിയിച്ചു, ആളിൽ അറ്റൻഡർ ഇല്ലേ? ഇത് കണ്ടോ സാറേ, പൊന്നാട അണിയിച്ചു, പുള്ളിനെ വിളിച്ച് ആദരിച്ചു, ജനങ്ങളെല്ലാം കൂടി അവിടെ ആദരിച്ച് ഒരു കവർ എന്തോ കൊടുത്തു എനിക്ക് തോന്നുന്നു. കവറേ കവർ കൊടുത്തു അങ്ങനെ കവർ കൊടുത്തു. അല്ല അറ്റൻഡർ വിളിക്കാതെ പുള്ളിയാ ചെയ്യ. അല്ല ഇതുണ്ട് സാറേ, അത് പലകയൊക്കെ കൊടുത്തില്ലേ? പലകം പലകം കൊടുത്തു. എനിക്കറിയായിരുന്നു. അങ്ങനെ അവര് ഭയങ്കര കാര്യമായിട്ടാ അവര് പുള്ളിനെ കൊടുത്തത്. അങ്ങനെ അത് പത്രത്തിൽ ഫോട്ടോ വന്നില്ലല്ലേ? ഫോട്ടോ വന്നില്ല. ഞാൻ പറഞ്ഞ ഞാനാന്ന് പറഞ്ഞ എനിക്ക് സാറ് തന്നെയാണ്. ഇഷ്ടം പോലെ ഇവിടെ മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആണല്ലേ? എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല എനിക്ക് അവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ ഉണ്ടല്ലോ സാറേ, ബാത്റൂം അതാ അട്ടന്മാർ ആരോടും പറഞ്ഞിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ബാത്റൂം ഭയങ്കര വൃത്തിയാണ്. ബാത്റൂം അല്ല ഭയങ്കര വൃത്തിയാണ് പറയണേ. കാരണം പിള്ളേരെ എന്തോന്നില്ലേ ഒരു കാര്യവും നമ്മള് ആരോടും ചോദിക്കുന്ന സംഭവം ചെയ്യണല്ല ആളല്ല. അതെന്നാ പറയാമോ, പിള്ളേരെ കൂടെ പോകുമ്പോൾ ഭയങ്കര വൃത്തിയാണ് സാറേ. അത് അവിടെ ഭയങ്കര അഴുക്കായിട്ട് കിടക്കണേ ബാത്റൂമേ. അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അത് പറയാം. എന്നാലും നമ്മളിപ്പം ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുക, ബാത്റൂം ക്ലീൻ ചെയ്യണം. പുറത്ത് ഭയങ്കര പാമ്പ് കയറുന്ന പോലെ കാട് കിടക്കണം. ഇത്തിരി വെള്ളം തരാം, വെള്ളം കിട്ടും. വെള്ളം ശകലം വെള്ളം ഇവിടെ ഒന്ന് ഇത് ചെയ്യാനായിട്ട്. പൈപ്പുണ്ടോ? വെള്ളം ഉണ്ടായിരുന്നല്ലോ സാറേ ഇവിടെ ഉണ്ടോ? കാക്കനാട് ഞാൻ ഒരു ചെറിയൊരു പണി നടത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ ഫോട്ടോ ഒന്ന് എടുക്കാവോ? ചെറുതായിട്ടൊന്ന് പബ്ലിസിറ്റി പ്രതീക്ഷിച്ചല്ല. അല്ല അത് സാറേ ആ മൊബൈൽ മൊബൈലിൽ തന്നെ എടുക്കാം. ലൈവ് വിട്ടേക്കാം സാറേ, ലൈവ് വിട്ടേക്കാം. അതന്നെ അറിയാം, സന്തോഷമായിക്കോട്ടെ. കാരണം ഇത്രയും നന്മ ചെയ്യുന്ന പ്രിയമുള്ളവരെ, നമ്മൾ താലൂക്ക് ആശുപത്രിയാണ്. അപ്പോൾ താലൂക്ക് ആശുപത്രിയിലെ ഒരു SI, വളരെ മാന്യമായ ഒരു SI വന്ന് അദ്ദേഹം ഇവിടെ പുള്ളി ഒരു പിടികെട്ട പുള്ളിയെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ പുള്ളി അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റലിലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഏറ്റേക്കാണ്. പിടികിട്ട പുള്ളിയെ പിടിക്കാൻ വേറെ ഉദ്യോഗസ്ഥന്മാരെ വല്ലവരും ഉണ്ട്, പോലീസ് ഞാൻ മാത്രമല്ല വേറെയും പോലീസുകാരുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന മത്തായി സാറിനെയാണ് നമ്മളിപ്പോൾ ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ ഈ ഒരു നല്ലൊരു മനസ്സ്, അത് നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒരു മനസ്സാണ് സാറിൻ്റെ. വിനയാനിതനായിട്ട് തറ തുടയ്ക്കാൻ ഇപ്പോൾ തറ ഉടയ്ക്കുകയാണ് സാറ്. ഇപ്പോൾ തറ ഉടയ്ക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ സാറ് പറഞ്ഞത്, ഇവിടെ ആര് പറഞ്ഞാലും വെടികിട്ടാപ്പുള്ളിയല്ല എനിക്ക് വലുത്, എനിക്ക് എൻ്റെ വൃത്തിയും ശുദ്ധിയും എൻ്റെ നാടിൻ്റെ നന്മയുമാണ് എന്നാണ് സാറ് പറയുന്നത്. അതുപോലെ മനോഹരമായിട്ടാണ് സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറ് ലൈവ് വിട്ടാണ് സാറത്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാറ്. പിന്നെ മുറ്റത്ത് കാടിൻ്റെ കാര്യം അത് പറഞ്ഞത് അതെല്ലാം പുള്ളിനെക്കൊണ്ട് ചെയ്യിക്കല്ലേ? എല്ലാം ലൈവ് പൊക്കോട്ടെ. അത് പുള്ളിനെക്കൊണ്ട് ചെയ്യിക്കില്ല, അത് അട്ടന്മാരൊക്കെ ഉണ്ടാവും. പുള്ളിക്ക് ഒരു ക്രെഡിറ്റ് ആവും. അതല്ല, മിറ്റത്തൊക്കെ ചെയ്യിക്കണം. നാണക്കേടാണ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പത്രക്കാരൊക്കെ വന്ന് പോലെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്. ഡോക്ടറെ, സിസിയുടെ കൂടെ കുഞ്ഞിനെ ഇങ്ങനെ കിടത്തിയ ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? ഓ, അപ്പൊ കുഞ്ഞിനെ എന്ത് ചെയ്യണം? ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ എടുക്കും. ഈ കൊച്ചാണെങ്കിൽ അമ്മയെ വിട്ട് വരുത്തൂല്ല. ഇങ്ങോട്ട് വാ കുഞ്ഞെ. ആകെ അവരുടെ അനീതിയായിട്ട് മാത്രം കൊച്ചി ചേർത്തുള്ളൂ. അതിനെ കെട്ടാതെ അവൾ സമ്മതിക്കത്തില്ല. ഇല്ല, ഒന്നുമില്ല. മാമ 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 കുട്ടി കരയുന്നല്ലേ? ഈ കൊച്ചാണെങ്കിൽ അമ്മയെ വിട്ട് വരത്തില്ലെന്നേ. ഇവിടെ കരച്ചില് തുടങ്ങി. അതിനൊക്കെ ഒരു നേക്ക് വേണം. എന്ത് ഒരു നേക്ക് വേണം? മത്തായി സാർ വീണ്ടും ഇടപെടുകയാണ്. ഒരു മാതൃസ്നേഹം പോലെ പോലീസ് മാമ, പോലീസ് മത്തായി സാർ കണ്ടോ പ്രതിയെ പിടിക്കാൻ. എന്നാ വിനയാനന്ദനാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. സാറേ ലൈവിൽ എന്തോരം പേരാ വരുന്നത്, ലൈവിൽ എന്തോരം പേരാ വന്നു നോക്കി. മത്തായി സാറ് മുത്താണ്, പൊന്നാണ്. ഞാനാണ് ഡോക്ടർ. ഡോക്ടറാണിത് മത്തായി സാറ്. ഇപ്പോൾ അതെ പ്രതിയെ വിട്ടിട്ടാണ്, പ്രതിയെ പിടിക്കുന്നില്ല. പ്രതിയൊന്നും വേണ്ട, അതിലും വലുത് മണ്ണ്. അതെ, മുറ്റത്തെ കാട് പറിച്ചുകൊണ്ട് പോകുന്നതാണ് സാറ്. മുറ്റത്തെ കാട് പറിച്ചുകൊണ്ട് മത്തായി സാറ് ലൈവിൽ പോകുന്നതാണ്. ലൈവില് പ്രശസ്തി വേണ്ടത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അല്ല എന്നാലും കുഴപ്പമില്ല സാറേ. സാറേ
മൂന്നാല് പോലീസുകാരൊക്കെ എന്തോ ഇടുന്നുണ്ടല്ലോ, വായിക്കാൻ പറ്റുന്നില്ല, സ്പീഡായിട്ട് പോവാ. അല്ല എനിക്ക് കോള് വരുന്നുണ്ടല്ലോ. കോള് വരുന്നുണ്ടല്ലോ. കോള് വരുന്നുണ്ടോ? ഇതാണ് പ്രശസ്തി ലൈവ് ഇട്ട് ഇതൊക്കെ ആരാധകരായിരിക്കും. ഇല്ല, ചുമ്മാ 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 ഇട്ട് ഞാനാ സാർ മറ്റേ പ്രതിഭയായിരുന്നു. ഓപ്പറേഷൻ കൂടെ ഇവിടെ വന്നേക്ക് ഞാൻ മറ്റേ ഇവിടെ റിസൾട്ട് കിട്ടാനായിട്ട് 6 മാസത്തേക്കില്ലേ ചെയ്യരുത് സാർ, സസ്പെൻഡ് ചെയ്യുന്നത്. അയ്യോ സസ്പെൻഡ് ചെയ്യുന്നു. അയ്യോ ഡോക്ടറെ, നിങ്ങൾ റിസൾട്ട് തരാത്തോണ്ട് എന്നെ സസ്പെൻഡ് ചെയ്ത് എന്റെ തൊപ്പി പോയി. എന്നാ തൊപ്പി പോയെങ്കിൽ കുഴപ്പമില്ല, സാറിന് ഈ കൊട്ട മതി സാറേ.